നിലവാരം കുറഞ്ഞ് തറയിൽ നിന്നും അദ്ദേഹം വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തറയിൽ നിന്ന് തന്നെ ഗണേഷ് കുമാർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി ചെയ്യേണ്ടത് ആദ്യം സൗകര്യങ്ങൾ ഒരുക്കുക, ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക. എന്നിട്ട് രാജാവിന്റെ ഈ ഭീഷണിപ്പെടുത്തലും തടഞ്ഞു നിർത്തലും എല്ലാം നമുക്ക് കാണാം. മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രധാനപ്പെട്ട പരിപാടി റീലിടുക. എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി കള്ളം പറയുന്നതിന് മുമ്പ് അത് ഒന്ന് അന്വേഷിച്ചിട്ടെങ്കിലും അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഇതുപോലെ ഒരു മന്ത്രി പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ കള്ളനാണ്, കള്ളം പറയുന്ന ആളിനെ നമുക്ക് കള്ളൻ എന്ന് വിളിക്കാം, പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിക്കില്ല. അപ്പൊ ഇദ്ദേഹം പച്ച കള്ളം പടച്ചു വിടുകയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് മന്ത്രിയാണിത്? ജീവിക്കുന്നത് തന്നെ രാവിലെ എഴുന്നേറ്റാൽ 5 റീൽ എങ്ങനെ ഇടാൻ പറ്റും, അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് തന്നെ. എവിടെ പ്രസംഗിച്ചാലും അലവലാതി എന്നൊരു വാക്ക് അദ്ദേഹം പറയും. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അലവലാതി പ്രയോഗം വളരെ കൂടിയിരിക്കുകയാണ്. ഇത് മറ്റുള്ളവരെ കുറിച്ചാണോ അതോ സ്വയം കുറ്റബോധം കൊണ്ടിങ്ങനെ പറയുന്നതാണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. എന്നെ എത്ര അധിക്ഷേപിച്ചാലും എനിക്കെതിരെ എത്ര കള്ളപ്രചരണങ്ങൾ നടത്തിയാലും KSRTCയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുക തന്നെ ചെയ്യും. അതിന് എനിക്ക് കീഴൂട്ട് കുടുംബത്തിൽ നിന്ന് അച്ചാരം വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല. മന്ത്രിയുടെ ദയാവായ്പകൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് മന്ത്രിയെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിലവാരം കുറഞ്ഞ് തറയിൽ നിന്നും അദ്ദേഹം വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തറയിൽ നിന്ന് തന്നെ ഗണേഷ് കുമാർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി ചെയ്യേണ്ടത് ആദ്യം സൗകര്യങ്ങൾ ഒരുക്കുക, ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക. എന്നിട്ട് രാജാവിന്റെ ഈ ഭീഷണിപ്പെടുത്തലും തടഞ്ഞു നിർത്തലും എല്ലാം നമുക്ക് കാണാം. മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രധാനപ്പെട്ട പരിപാടി റീലിടുക എന്നുള്ളതാണ്. ഇന്ന് റീലിടാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഉറക്കം എഴുന്നേൽക്കുന്നത് തന്നെ. KSRTC ഭരിക്കുകയല്ല, റീലിടുന്നതിനാണ് അദ്ദേഹം പ്രാമുഖ്യം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് അതുകൊണ്ട് ഗതാഗതം റീൽ വകുപ്പ് മന്ത്രി എന്ന് വിളിക്കുന്നതായിരിക്കും ഉചിതം. റീലിട്ട് ഇപ്പൊ പരിഹാസ്യമായി ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം നിൽക്കുകയാണ്. അതാണ് ഈ അടുത്ത ദിവസം ഡ്രൈവർ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന കുപ്പി അയാളുടെ അടുത്ത് ഇട്ടിരുന്നു എന്ന തെറ്റിന്റെ പേരിൽ വണ്ടി ചേസ് ചെയ്ത് ഈ കള്ളക്കടത്ത് സാധനം പിടിക്കുന്നത് പോലെ, സ്വർണം കടത്തും വരുമ്പോ പോലീസുകാർ വന്ന് പിടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കള്ളച്ചാരായം കടത്തുന്നത് പിടിക്കുന്നത് പോലെ വന്ന് ചേസ് ചെയ്ത് പിടിച്ചിട്ട് പറയുന്നു ഒരു വെള്ളക്കുപ്പി അവിടെ കിടക്കുന്നു, അതെടുത്ത് മാറ്റാത്തതിന്റെ പേരിൽ 5 പേർക്ക് സസ്പെൻഷൻ. വന്ന് റീൽസ് ഇട്ട് പ്രതിനായക സ്ഥാനത്ത് നിന്ന് അദ്ദേഹം കൊമേഡിയന്റെ റോളിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്.